ഇത്ര രാവിലെ തന്നെ കണ്ട അവിടെ ചുരത്തിലൊക്കെ ഉള്ളൊരു തിരക്ക്. ഇന്ന് സൺഡേ ആയിട്ടാണ് തോന്നുന്നു. ഭയങ്കര തിരക്കാണ്. നല്ല കോടമഞ്ഞില് മുഴുകിയ വയനാട് ഗൈസ്. കോട കോട കോട. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇതാക്കുന്ന കല്യാണ വീട്ടിലെത്തിയിട്ട് അവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടാണ് കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയ പാട് തന്നെ നേരെ അവിടെ എത്തി ഫോട്ടോ ഒക്കെ എടുത്ത് എന്നിട്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ചെക്കൻ വരുമ്പോഴേക്ക് എന്താണ് മോളെ വയനാടൻ ചോറ് തിന്നാൻ വേണ്ടി വന്നാണ് ഈ അതെ കല്യാണപ്പുരയില്. പക്ഷേ ഗൈസ് നമ്മളെ നാട്ടിലെ ബിരിയാണി പോയല്ലോ ഇവിടുത്തെ ബിരിയാണി വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അതെ വേറെ നമ്മളെ കോഴിക്കോട് ബിരിയാണി പോലെ അല്ല വയനാടൻ ബിരിയാണി എന്ന് പറയുമ്പോൾ. മുസമ്പി ഉണ്ടോ റിതു? അതാ ഗൈസ് മക്കളൊക്കെ അവിടെ കണ്ടിട്ടോ. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ റെസ്റ്റിങ്ങിലാണ്. അതെ അതെ ഫോട്ടോഷൂട്ടിനൊക്കെ അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വരുന്നുണ്ട് ഞങ്ങളെ കാണുമ്പോൾ. പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെന്താ പറയാനല്ലേ? പിന്നെന്താ വേറൊന്നും പറയാനില്ല. കുറെ ആയി ഞങ്ങൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഉടനെ ഞങ്ങൾ വീഡിയോ ആയിട്ട് വരും ഇൻഷാ അല്ലാഹ്. അതാണ് കല്യാണപ്പെണ്ണ് ഫോട്ടോഷൂട്ടിനാണ്. ഇത് കല്യാണപ്പെണ്ണിൻ്റെ മാമൻ്റെ വൈഫുമാരാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരും ഒരേ ഫ്രെയിമിൽ കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ്. പിന്നെ അങ്ങനെയൊക്കെ കല്യാണം വയനാടൻ കല്യാണം എന്ന് പറയുമ്പം പ്രത്യേക രസമുണ്ട്. ഇതാണ് കേട്ടോ കല്യാണപ്പെണ്ണിൻ്റെ ഉപ്പയും ഉമ്മയും. വയനാട്ടിൽ ചെക്കന ലോറിയിലാണ് കൊണ്ടുവരുന്നത് പുതുക്കം. നിക്കാഹ് കഴിഞ്ഞ മധുരം ഇവിടെ വയനാട്ടിലുള്ളൊരു വിഭവമാണ് ഈ സാധനം. അങ്ങനെ ഗൈസ് ചെക്കന്മാരെല്ലാവരും കൂടി ചെക്കനെ ലോറിപ്പുറത്താണ് കേട്ടോ കൊണ്ടുപോയത്. ഇതാക്കുന്നത് ചെക്കനാണ് നടന്നു വരുന്നത് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട്. പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ ഈ പുതുക്കം വരിക എന്ന് പറഞ്ഞാൽ പുതുക്കം വരൽ ചെക്കൻ്റെ കൂടെ തന്നെ ചെക്കൻ്റെ ഫ്രണ്ട്സും അതേപോലെ ചെക്കൻ്റെ ഫാമിലിയും വന്നിട്ട് മണവാട്ടിനെ കൂട്ടിക്കൊണ്ടുപോകലല്ലേ. അതേപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ജീപ്പിൽ കൂട്ടിക്കൊണ്ടുപോകുന്ന ആ ഒരു ഇതൊക്കെ എനിക്കൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് എനിക്കതൊക്കെ ഓർമ്മ വരുന്നത്. അതേപോലെ തന്നെ പെണ്ണുങ്ങൾ കൂട്ടാൻ വന്നത് ജീപ്പിലാണ് കേട്ടോ. എനിക്കൊരു പഴയ നൊസ്റ്റ് ഫീൽ ചെയ്തിട്ടോ. 3 മണിയൊക്കെ ആകുമ്പോൾ ചെക്കൻ്റെ വീട്ടുകാരും കൂടെ പെണ്ണിനെ കൂട്ടാൻ വരുന്നത്. അങ്ങനെ ഇതാക്കുന്നത് ഇവർ പാട്ടൊക്കെ പാടിയിട്ടാണ് കേട്ടോ ഇവർ സ്റ്റേജിലേക്ക് ചെക്കനെ ആനയിച്ച് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഗൈസ് ഒരുപാട് ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നുണ്ട്. നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരാണ് കേട്ടോ. ഇതൊക്കെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പം ഫോട്ടോ എടുക്കാൻ കേട്ടോ കുറേ ആൾക്കാർ വന്ന് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. വളരെയധികം സന്തോഷം. നമ്മൾ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ട്. അങ്ങനെ ഇതാക്കുന്ന പെണ്ണിനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. അവരെ കസിൻസും അതേപോലെ ഉമ്മയും ഉപ്പയും കൂടെയാണ് കേട്ടോ പെണ്ണിനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ കോപ്പിറൈറ്റ് വരുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ. സോങ്ങാണ്, അതുകൊണ്ട് ഞാൻ വോയിസ് സൗണ്ട് കൊടുക്കാത്തത്.
ഞങ്ങൾ ഇതാക്കുന്ന വണ്ടി ഇങ്ങനെ സൈഡാക്കിയിട്ട് നല്ലൊരു അടിപൊളി പ്ലേസ് കണ്ടപ്പോൾ നിർത്തിയതാട്ടോ. നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട്. എന്ത് ഭംഗിയാന്ന് നോക്കി. ഇതാണ് വയനാടിൻ്റെ എത്രയും സൗന്ദര്യം. പ്രകൃതിയോടെ ഇണങ്ങി ചേർന്നൊരു സ്ഥലമാണ് ഇത് നമ്മളെ വയനാട്. നമ്മളെ കോഴിക്കോടൊക്കെ എന്ന് പറഞ്ഞാൽ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് ആ ഒരു സംഭവമാണല്ലോ. ഇവിടെയൊക്കെ കുറേ തേയിലത്തോട്ടവും കാര്യങ്ങളും പുഴൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കിക്കേ. പക്ഷെ എന്ത് രസമല്ലേ, കണ്ടിട്ട് കുളിക്കാൻ തോന്നുന്നു ഗൈസ്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. എന്താ മോനെ ഇത് മതിലല്ലേ കാണുന്ന പോട്ടാ? മുതലുണ്ടോന്ന് ചോദിച്ചേ. ഊട്ടിയിലോ? അങ്ങനെ ഗൈസ് ഞങ്ങൾ കല്യാണമൊക്കെ കഴിച്ച് തിരിച്ച് പോകുന്ന സമയത്ത് ചുരത്തിൽ ലോറി കുടുങ്ങിയിട്ടുണ്ട്, ഇപ്പോഴൊന്നും ഇറങ്ങണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഊട്ടിയിലേക്ക് പോകാനുള്ള പ്ലാനായിട്ടോ. കാരണം നമ്മൾ ചുരത്തിൽ ബ്ലോക്ക് ആവുമല്ലോ, അപ്പോൾ അതിൽ നല്ല ഊട്ടിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഊട്ടിയിലേക്ക് തിരിച്ചിട്ട് മസനഗുഡി വഴി ഊട്ടിയിലേക്കല്ല കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഗൂഡല്ലൂർ വഴിക്കാണ്. കാരണം മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുമ്പോൾ അവിടെ ചെക്ക് പോസ്റ്റ് ഫോറസ്റ്റ് അടിക്കും. അപ്പം ഞങ്ങൾ ഇതാക്കുന്ന ഗൂഡല്ലൂർ വഴിക്കാണ് പോകുന്നത്. അവിടെ പിന്നെ ഇതടിക്കുകയൊന്നുമില്ല, കാടടിക്കുകയൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. നല്ല രസമാണ്. രാത്രി നമുക്ക് ഒരു ഊട്ടിയിൽ പോയിട്ടൊരു ചായ കുടിച്ച് വരാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിരിക്കലാണ്. ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കുന്നതിന് പകരം നേരെ ഞങ്ങൾ ഊട്ടിയിലേക്ക് തിരിച്ച്. ഇത് ആനുള്ള കാടാണ് കേട്ടോ. ഗൂഡല്ലൂർ വഴിക്ക് പോകുമ്പം നല്ലോണം ആനകളുണ്ടാവും. പക്ഷെ നമ്മൾ രണ്ട് ആനനെ കണ്ടുള്ളൂ, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളിതാ ഉപ്പിലിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കരിമ്പ് ഉപ്പിലിട്ടതോ? കരിമ്പ് കരി രണ്ടെണ്ണം. പയറ് വരെ ഉപ്പിട്ടുണ്ട് ഗൈസ്. 4 പയറെടുത്തോട്ടല്ലേ? എന്തിനാ പയറോ? ടേസ്റ്റ് നോക്കാൻ. എന്നാ പയറ് മക്കളൊക്കെ തണുത്ത് വെറുക്കി തെറിച്ചെങ്ങനുണ്ട്. പുകന്നിട്ട് പോക ഗൈസ്, പോക അറിയാൻ തോന്നാ. ഒന്ന് പോകട്ടെ നല്ല പോകാണ് ഗൈസ്. അമ്മതാ ഗൈസ്, നിങ്ങളിതാ നല്ല തണുപ്പാണ് ഗൈസ് ഇവിടെ ഊട്ടിയിൽ. ഇവിടെ എന്തേലും കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്തേലും കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇതാക്കുന്ന തട്ടുകടയിലേക്ക് വന്നതാ ഗൈസ്. ഊട്ടിലെ തണുപ്പ് എങ്ങനെയുണ്ട് നോക്കട്ടെ. നോക്കി ഗൈസ്, ഓന്റെ മേലൊക്കെ ഉളുത്ത് കേറിക്കിര. എന്താ ഇത്ര തണുപ്പുണ്ടാന്ന് വിചാരിച്ചില്ലല്ലേ? എമ്മ എങ്ങനെയുണ്ട്? കയ്യൊക്കെ ഇങ്ങനെ കേൾക്കും ഗൈസ്. ഊട്ടിലെ തണുപ്പ് എങ്ങനെയുണ്ട്? കിടകിടാ വറക്കുക. റീലു എങ്ങനെയുണ്ട്? റിച്ചു ജസിമോനൊക്കെ ഊട്ടിയിൽ ആനയൊന്നുമില്ല പൊട്ടാ. ഊട്ടിയിലെ തണുപ്പിൽ ചായ, ബ്രെഡ് ഓംപ്ലേറ്റ്. എങ്ങനെയുണ്ട് അറിയാതെ തണുപ്പ്? അതുപോലെയല്ലേ ഞങ്ങൾ ഇതാക്കുന്ന ഗൈസ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഊട്ടിയിലെത്തി. ഇതുപോലെ ലൈവ് പൊറോട്ട പിന്നെ അണ്ണൻ ബ്രെഡ് ഓംപ്ലേറ്റ് എടുക്കുന്ന എൻ്റെ മദർ നൂഡിൽസ് മതി തരണം. പക്ഷെ ഞാൻ ബ്രെഡ് ഓംപ്ലേറ്റ് വാങ്ങിയത്. എനിക്ക് തരുമോ? ടേസ്റ്റ് ചെയ്യും എല്ലാവരും. ഈ പൊറോട്ട അല്ലേ കഴിക്കുന്നത്? എങ്ങനെയുണ്ട് തണുപ്പ്? നല്ല മക്കളെ, ഞാൻ ഞങ്ങൾ ഇതാക്കുന്ന മേഗിയാണ് അടുത്തതായിട്ട് ഓർഡർ ചെയ്തത്. ഇതാക്കുന്ന റിമോൻ തിന്നുന്നു. എങ്ങനെയുണ്ട് ഇത് കഴിച്ചിട്ട് പറ. സൂപ്പറാ. റിച്ച് പറഞ്ഞത് ചിക്കനാണ്, ഞങ്ങളൊക്കെ എഗ്ഗാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ടോ?
ജസിമോൻ ഇതാക്കുന്ന എല്ലാത്തിനും മാറി കൈയിടുന്നു. ഞങ്ങൾ കഴിക്കട്ടെ ഗൈസ്. ഓക്കെ, ഞങ്ങൾ ഊട്ടിയൊക്കെ കറങ്ങി കറങ്ങി ഞങ്ങളെ നാട്ടിലെത്താനായിക്കൊണ്ടിരിക്കുകയാണ്. ഊട്ടി എന്ന് പറഞ്ഞ് വന്ന ആൾക്കാരൊക്കെ ദാ ഗൈസ് കിടന്നുറങ്ങുകയാണ്. ഉറങ്ങുകയാണ് ഗൈസ്. പാവം ഷാനു ഡ്രൈവിങ്ങിലാണ്. ഞാൻ മാത്രം ഇങ്ങനെ ഉണർന്നിരിക്കുകയാണ്. അതെ അതെ, ഞാൻ മാത്രം. ആരെ ഞാനോ ഇപ്പൊ പറയണ ഷാനോ?